ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीयुक्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवं। ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിലെ 1-ാം ശ്ലോകമാണ്. പുരുഷോത്തമ യോഗം എന്ന 15-ാം അധ്യായത്തിലെ 1-ാം ശ്ലോകം. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമദശാകം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമദശാകം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമദശാകം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമദശാകം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. ഊർധ്വമൂലമദശാകം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. ഊർധ്വമൂലം വേരുകൾ മേൽപോട്ടായിട്ടും അധശാഖം ശാഖകൾ കീഴ്പോട്ടായിട്ടും അശ്വത്ഥം അശ്വത്തെ അരയാൽ അവ്യയം അവ്യയമെന്ന് സനാതനമെന്ന് പ്രാഹു പറയുന്നു. ഛന്ദാംസി ഛന്ദസ്സുകൾ വേദമന്ത്രങ്ങൾ യസ്യ യാതൊന്നിന്റെ പർണാനി ഇലകളാകുന്നു. യാതൊരുവൻ തം അതിനെ അശ്വത്ഥത്തെ വേദ അറിയുന്നു. സ അദ്ദേഹം വേദവിദ് വേദജ്ഞനാകുന്നു. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി എസ്.സി. ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ് കി ജയ. വിവർത്തനം കുറച്ച് വലിയൊരു ഭാവാർത്ഥമാണ്, എന്നാലത് വായിക്കണം. വിവർത്തനം: പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടായിട്ടും ശാഖകൾ കീഴ്പോട്ടായിട്ടും അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷത്തെ അറിയുന്നവനത്രേ വേദജ്ഞൻ. ഭാവാർത്ഥം: ഭക്തിയോഗത്തിന് മഹാത്മ്യത്തെ പറ്റി പ്രതിപാദിച്ചത് കേട്ടപ്പോൾ തന്നെ ഒരാൾ ഇപ്പോൾ വേദങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചേക്കാം. വേദപഠനത്തിന്റെ ഉദ്ദേശ്യം കൃഷ്ണനെ പറ്റി അറിയുകയാണെന്ന് ഈ അദ്വൈതത്തിൽ പ്രസ്താവിക്കുന്നു.
കൃഷ്ണാബോധത്താൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരാൾ വേദജ്ഞനാകും. ഭൗതിക ബന്ധങ്ങളെയാണ് ഇവിടെ അരയാൽ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നത്. ബലോദിഷ്ട കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വൃക്ഷത്തിന് നാശമില്ല. ഒരു ശാഖയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഈ ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിന് അതിരില്ല. ഇതിൽ ആസക്തരായവർക്ക് മോചനവുമില്ല. ആത്മോന്നതിയെ ലക്ഷ്യമാക്കുന്ന വേദസൂത്രങ്ങൾ ഇതിന്റെ ഇലകളെന്ന് പറയുന്നു. ബ്രഹ്മാവിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ആരംഭിക്കുന്നതുകൊണ്ട് അതിന്റെ വേരുകൾ മുകളിലേക്കെന്ന് പറയുന്നു. വിശ്വത്തിന്റെ അത്യുന്നത ഗ്രഹമാണല്ലോ ബ്രഹ്മലോകം. അനശ്വരമെന്ന് പറയപ്പെടുന്ന ഈ മഹാവൃക്ഷത്തെ അറിയാൻ കഴിഞ്ഞാൽ മനുഷ്യന് അതിൽ നിന്ന് മുക്തനാകാം. ഈ മോചനത്തിന്റെ പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പല വഴികളുണ്ടെന്ന് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞുവല്ലോ. ഭഗവത് ഭക്തിയുത സേവനമാണ് അതിൽ അത്യുത്തമെന്ന് 13-ാം അധ്യായം സ്പഷ്ടമാക്കുകയും ചെയ്തു. ഭൗതിക പ്രവർത്തനങ്ങളിൽ വിരക്തിയും ആധ്യാത്മികമായ ഭഗവത് സേവനത്തിൽ ആസക്തിയുമാണ് ഈ ഭക്തിയുത സേവന പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ. ഭൗതിക ലോകത്തിന്റെ ആകർഷണത്തെ ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ ആദ്യമായി തന്നെ വിവരിച്ചിരിക്കുന്നു. ഭൗതിക അസ്തിത്വത്തിന്റെ വേര് മേൽപോട്ട് വളരുന്നു എന്നതുകൊണ്ട് സൃഷ്ടിയുടെ അത്യുന്നത തലത്തിൽ നിന്ന് സമഗ്ര ഭൗതിക സത്തയിൽ നിന്നാണ് അതിന്റെ ആരംഭം എന്ന് സാരം. അവിടെ നിന്ന് അനേകം ഗ്രഹവ്യൂഹങ്ങളാകുന്ന ഉപശാഖകളോടെ അവ വളർന്നു വികസിക്കുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ മുൻനിർത്തി ജീവാത്മാക്കൾ ചെയ്തു പോകുന്ന കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾ തന്നെ ഈ വൃക്ഷത്തിന്റെ ഫലങ്ങൾ. വേരുകൾ മുകൾപോട്ടും ശാഖകൾ താഴേക്കുമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ഈ ലോകത്തിൽ ആരും കണ്ടിരിക്കുകയില്ല. പക്ഷേ ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഒരു ജലാശയത്തിനരികിൽ പോയി നോക്കിയാൽ കാണാം, വേരുകൾ മുകളിലും കൊമ്പുകൾ താഴെയുമായിട്ടാണ് വെള്ളത്തിൽ നിഴലിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആധ്യാത്മിക ലോകമാകുന്ന വൃക്ഷത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഭൗതിക ലോകമാകുന്ന ഈ വൃക്ഷം. വൃക്ഷച്ചായ വെള്ളത്തിൽ നിഴലിക്കുന്നത് പോലെ ആധ്യാത്മികമായ ഈ വൃക്ഷത്തിന്റെ നിഴൽ കൃഷ്ണയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഭൗതികതയുടെ വെളിച്ചത്തിൽ പ്രതിഫലിച്ച് കാണുന്നവെല്ലാം കൃഷ്ണ തന്നെ കാരണം. ഭൗതിക ജീവിതത്തിന്റെ ഈ മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ വൃക്ഷത്തെ സമഗ്രമായി അപഗ്രഥനം ചെയ്ത് അറിയണം. എന്നാൽ അതിനുള്ള ബന്ധം ഛേദിച്ചു കളയാൻ സാധിക്കും. യഥാർത്ഥ വൃക്ഷത്തിന്റെ ഈ പ്രതിച്ഛായയ്ക്ക് അതിനോട് തികച്ചും സാദൃശ്യമുണ്ട്. ഇവിടെയുള്ളതെന്തും ആധ്യാത്മിക ലോകത്തുമുണ്ട്. വ്യക്തിശൂന്യവാദികൾ ബ്രഹ്മമാണ് ഭൗതിക ലോകത്തിന്റെ വേരെന്ന് പറയുന്നു. സാങ്ക്യ സിദ്ധാന്ത പ്രകാരം ഈ വേരിൽ നിന്നാണ് പ്രകൃതിയും പുരുഷനും ത്രിഗുണങ്ങളും പഞ്ചമഹാഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും മറ്റു വഴിയെ ഉളവായത്. ഇങ്ങനെ ഇവർ ഈ ലോകത്തെ 24 മൂലകങ്ങളായി വിഭജിച്ചിരിക്കുന്നു. സർവ ആവിഷ്കാരങ്ങളുടെയും മൂലകേന്ദ്രം ബ്രഹ്മമാണെങ്കിലും ആ കേന്ദ്രത്തിന്റെ 180 ഡിഗ്രിയോളം വരുന്ന ആവിഷ്കാരം ആത്മീയ ലോകവും 180 ഡിഗ്രി ഭൗതിക ലോകവുമാണ്. മേൽക്കീഴായി മറിഞ്ഞ ഒരു നിഴലാണ് ഈ ഭൗതിക പ്രപഞ്ചം. അതുകൊണ്ട് ഇതിന്റെ വൈവിധ്യം അത്രയും ആത്മീയ ലോകത്തിനും ഉണ്ടായിരിക്കും. അങ്ങനെ അവിടെയുള്ളത് സത്യമാണെന്ന ഭേദമേ ഉള്ളൂ. ഭഗവാന്റെ ബാഹ്യശക്തിയിലാണ് പ്രകൃതി, ഭഗവാൻ പുരുഷനും. ഈ ഭൗതിക ഭഗവത്ഗീത വിവരിച്ചിട്ടുണ്ട്. ഈ ആവിഷ്കാരം ഭൗതികമായതിനാൽ നൈമിഷികമാണ്. ചിലപ്പോൾ പ്രത്യക്ഷവും ചിലപ്പോൾ അദൃശ്യവുമായ ഈ പ്രതിഫലനം ക്ഷണികമാണ്. പക്ഷെ ഈ പ്രതിഫലനത്തിന് കാരണമായ ഉറവിടമെന്തോ അത് ശാശ്വതമാണ്. യഥാർത്ഥ വൃക്ഷത്തിന്റെ ഭൗതിക പ്രതിബിംബത്തെ ഛേദിക്കേണ്ടിയിരിക്കുന്നു. ഒരാൾ വേദജ്ഞൻ എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രപഞ്ചത്തോടുള്ള ആസക്തിയെ അറുത്തു നിൽക്കേണ്ട വിധം അറിയുന്നയാൾ എന്നർത്ഥം. ഈ പ്രക്രിയ എന്തെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ വേദജ്ഞനാണ്. മറിച്ച് വേദോക്തങ്ങളായ യജ്ഞാതി ക്രിയകളാൽ ആകൃഷ്ടനായവന് വൃക്ഷത്തിന്റെ അഴകുള്ള പച്ചിലകളിലാണ് ഭ്രമം. അയാൾ വേദങ്ങളുടെ ശരിയായ ഉദ്ദേശം എന്തെന്ന് ഗ്രഹിച്ചിട്ടില്ല. ഭഗവാൻ സ്വയം പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഛായാവൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ് ആത്മീയ ലോകത്തിൽ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തുന്നതാണ് വേദങ്ങളുടെ ഉദ്ദേശം. ഓമധ്യാനത്തിൻകാന്തസ്യ കനാഞ്ചന ശലാകയ ചക്ഷുരന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണകൃഷ്ണായ ബോധനേശ്വരനെ ഭക്തിവേദാന്ത സ്വാമി നാമനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രജാലിനെ നിർവിശേഷ ശൂന്യവാദി പാശാപദേശിത വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭ്യേവച പദീപാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. എന്റെ കോടി വിവർത്തനം ഒന്നുകൂടെ വായിക്കാം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും
ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായ ഒരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രം. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്തിന് വേദജ്ഞൻ. 15-ാം അധ്യായത്തിന്റെ തുടക്കം ഒരു ഭഗവാൻ അർജുന്റെ ഒരു ചോദ്യത്തിനുമല്ല ഉത്തരം പറയുന്നു. നേരിട്ട് ഭഗവാൻ തന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു വരികയാണ്. അപ്പൊ ഇതില് ഭഗവാൻ ഒരു ഉപമയിലാണ് ഈ അധ്യായം തുടങ്ങുന്നത്. നമ്മൾ ഈ ശ്ലോകവും അതിന്റെ ഭാവാർത്ഥവും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം ഇതൊരു ഉപമ രൂപത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ലളിതമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് എളുപ്പമാണ് അത് മനസ്സിലാക്കാൻ. നമ്മൾ ഒരു തടാകത്തിന്റെ കരയിൽ പോയി കഴിഞ്ഞാൽ ഒരു തടാകത്തിന്റെ കരയിൽ ഒരു വൃക്ഷം ഇങ്ങനെ നിൽക്കുന്നു വെച്ചു. ഇതിപ്പോ കരയാണ്. ഈ ട്രൈപോഡ് ഒരു വൃക്ഷമാണെന്ന് വെക്കും. ഈ ട്രൈപോഡ് ഒരു വൃക്ഷമാണ്. ഇത് ഈ മേശ എന്ന് പറഞ്ഞാൽ ആ കരയിലാണ് ആ വൃക്ഷം നിൽക്കുന്നത്. അതിന്റെ ഈ മേശയുടെ അപ്പുറത്തെ സ്ഥലം എന്ന് വെച്ചാൽ തടാകമാണ്, വെള്ളമാണ്. അപ്പൊ വെള്ളത്തിന്റെ ഇപ്പുറത്ത് കരയുടെ ഇവിടെ ഒരു വൃക്ഷം നിൽക്കുന്നു. അപ്പൊ നമ്മള് ഈ ഒരു വ്യക്തി ഇതിലൂടെ നടന്നു വന്ന് ഈ മേശയുടെ അരികിൽ വന്ന് നോക്കിയാൽ ഈ ട്രൈപോഡിന്റെ അല്ലെങ്കിൽ ഈ മരത്തിന്റെ പ്രതിഫലനം ആ വെള്ളത്തിൽ കാണാൻ പറ്റും. വെള്ളത്തിൽ നല്ലപോലെ കാണാൻ പറ്റും. പക്ഷെ വെള്ളത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലുള്ള ഭാഗങ്ങൾ താഴെ ആഴത്തിലേക്ക് പോകുന്നതും അതിന്റെ അടിഭാഗം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതായത് ഈ ട്രൈപോഡിന്റെ 3 ഭാഗങ്ങൾ ഏറ്റവും മുകളിലായിട്ട് കാണുകയും അതിന്റെ ആ കൊമ്പ്, അതിന്റെ നീളമുള്ള ഭാഗം താഴേക്ക് പോകുകയും ആ മുകളിൽ വെച്ചിരിക്കുന്ന മൊബൈൽ ഏറ്റവും താഴെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ നിൽക്കുന്ന മരത്തിന്റെ 180 ഡിഗ്രിയിൽ താഴേക്കാണ് നമ്മൾ ഇത് കാണുന്നത്. അപ്പൊ ഭഗവാൻ ഈ ഒരു കാര്യം നമുക്ക് എന്തിനാ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാല് ആധ്യാത്മിക ലോകത്തിലുള്ള ജീവിതത്തിന്റെ തലതിരിഞ്ഞ പ്രതിഭാസമാണ് ഭൗതിക ലോകമെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അതാണ് ഈ ലോകത്തിന്റെ അർത്ഥം. മുകളിലേക്കുള്ള വളർന്നിരിക്കുന്ന ഈ വലിയ വൃക്ഷം, അതാണ് യഥാർത്ഥ വൃക്ഷം. അവിടെയാണ് യഥാർത്ഥ ജീവിതമുള്ളത്, ആധ്യാത്മിക ലോകം. അതിന്റെ നേരെ തലതിരിഞ്ഞ പ്രതിഫലനമാണ് താഴേക്ക് കാണുന്നത്. മുകളിലേക്ക് നിൽക്കുന്ന വൃക്ഷത്തിന് ഊർജം നൽകുന്നത് സ്നേഹമാണ്. പരസ്പരമുള്ള സ്നേഹവും ഈശ്വരനോടുള്ള സ്നേഹവും ഈശ്വരന്റെ അംശങ്ങളോടുള്ള സ്നേഹവും ആണെങ്കിൽ താഴേക്കുള്ള വൃക്ഷത്തിന്, അതിന്റെ പ്രതിഫലനത്തിന് ഊർജം നൽകുന്നത് കൃഷ്ണയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ കാമം. എനിക്ക് വേണം, മറ്റേടത്ത് എല്ലാവർക്കും വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ താഴേക്കുള്ള ഭൗതിക ലോകത്തിന്റെ വൃക്ഷം നിൽക്കുന്നത് കൃഷ്ണയിലാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു മീഡിയ, ഇത് രണ്ടിനെയും ചെയ്യുന്ന ആ മേശയുടെ എഡ്ജ്, അതിനെയാണ് ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത്. ബ്രഹ്മജ്യോതിസിൽ നിന്നാണ് ആധ്യാത്മിക ലോകങ്ങൾ മുകളിലേക്ക് പോകുന്നതും ബ്രഹ്മജ്യോതിസിന്റെ താഴേക്കാണ് ആ ഭൗതിക ലോകങ്ങൾ കിടക്കുന്നത്. അപ്പം നമ്മൾ മുക്തി എന്ന് പറയുമ്പോൾ ചിലപ്പം ചില ആൾക്കാർ പറയാറുണ്ട് മോക്ഷം കിട്ടി എന്ന് പറയും. മോക്ഷം കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ബ്രഹ്മത്തിന്റെ തലത്തിലേക്ക് വരാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ ആധ്യാത്മിക ലോകത്തിൽ ഒരു ആശ്രയം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് വരാം. നമുക്ക് കര എന്ന് പറഞ്ഞൊരു സംഭവം, തീരം എന്ന് പറഞ്ഞൊരു സംഭവം യഥാർത്ഥത്തിൽ ഇല്ല. അതൊരു നമ്മുടെ ചിന്തിക്കുന്ന ഡയമെൻഷനാണ് തീരം എന്ന് പറഞ്ഞാല് ഒന്നുകിൽ വെള്ളമായിരിക്കും അല്ലെങ്കിൽ കരയായിരിക്കും. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ കരയിലായിരിക്കും അല്ലെങ്കിൽ വെള്ളത്തിലായിരിക്കും. തീരം എന്ന് പറഞ്ഞാൽ ഒരു എഡ്ജ് എന്ന് പറയുന്ന ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇല്ല. നമ്മൾ ഊഹിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ഒന്നുകിൽ നമ്മൾ കരയിലായിരിക്കും അല്ലെങ്കിൽ വെള്ളത്തിലായിരിക്കും. അതേപോലെ നമുക്ക് ഒന്നുകിൽ ഭൗതിക ലോകത്തിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആത്മീയ ലോകത്തിലായിരിക്കും ഒന്ന് സ്ഥിരമായിട്ടിരിക്കും. ബ്രഹ്മത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ടെമ്പററി ഫിനോമിനൽ മാത്രമാണ്. പെർമനന്റ് ആയിട്ട് നമുക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. ഒന്നുകിൽ നമ്മൾ സ്പിരിച്വൽ വേൾഡിൽ പോവുക, അവിടെ നമുക്ക് സന്തോഷമായിട്ട് ഭഗവാനോടൊപ്പം നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഭഗവാനോട് ആസക്തി ഇല്ല, ഭഗവാനോട് ആ ഒരു അട്രാക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ താഴെ ഭൗതിക ലോകത്തിൽ വന്നു ചേരും. ഭൗതിക ലോകത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. ഇതാണ് ഈ ഒരു ഉപമയുടെ ഉള്ളടക്കം.
അപ്പൊ ഇതില് എന്തിനാ ഭഗവാൻ ഇത് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാല് ഭഗവാൻ ഒരു കാര്യം ഇത് നമുക്ക് നല്ല സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തരികയാണ്. ഈ ലോകത്തിലുള്ള കാര്യങ്ങള് ആത്മീയ ലോകത്തിന്റെ തലതിരിഞ്ഞ പ്രതിഫലനമാണ് എന്നുള്ള കാര്യം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ ഉള്ളതെല്ലാം ആത്മീയ ലോകത്തിലുണ്ട്. പക്ഷെ ആത്മീയ ലോകത്തിൽ എല്ലാം ശാശ്വതമായിട്ട് ഉള്ളതാണ്. ഇവിടെ എല്ലാം നൈമിഷികമാണ്. നമ്മളൊരു വീട് വെച്ചാൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ വീട് ഇല്ലാതായി പോകും. പക്ഷെ ആത്മീയ ലോകത്തിലാണെങ്കിൽ അത് എന്നെന്നും നിലനിൽക്കും. ഇവിടെ സമയം ഓരോത്തിനെയും നമ്മുടെ പ്രായാധിക്യങ്ങൾ കൂട്ടും. പക്ഷെ ആത്മീയ ലോകത്തിന് സമയത്തിന് സ്വാധീനം ഉണ്ടാകത്തില്ല. നമുക്ക് എല്ലാവരും നിത്യ യൗവനരായിട്ട് ഇരിക്കും. ആത്മീയ ലോകത്തിന്റെ നേരെ വിപരീതമായിട്ടാണ് ഈ ഭൗതിക ലോകത്തിൽ നമ്മളൊക്കെ ഉള്ളത്. പക്ഷെ ഇത് ഈ ഭൗതികലോകം ഇല്ലാത്തതെന്നല്ല, നിഴലെന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നല്ല. നിഴല് എന്തിനും നിഴലുണ്ട്. നിഴല് വസ്തുതയാണ്. പക്ഷെ ആ നിഴലെന്ന് പറഞ്ഞാൽ എപ്പോഴും കാണണമെന്നില്ല. ഞാനെന്ന വ്യക്തി ഉണ്ടായിരിക്കും, പക്ഷെ എന്റെ നിഴല് ചിലപ്പോൾ എപ്പോഴും കാണണമെന്നില്ല. എന്റെ പുറകിൽ നിന്ന് സൂര്യൻ വന്നു കഴിഞ്ഞാൽ നിഴല് കാണും, മുകളിൽ വന്നാൽ നിഴലില്ലാതാവും. അപ്പൊ നിഴല് നൈമിഷികമാണ്. ഈ ഭൗതിക ലോകം ടെമ്പററിയാണ്. പക്ഷെ ആ നിഴൽ ഉണ്ടാക്കുന്ന വ്യക്തി ശാശ്വതനാണ്. അതായത് ആത്മീയ ലോകം എന്നെന്നും ഉണ്ട്. അതിന് ഈ ജനന മരണ ചക്രങ്ങളോ ആവിർഭാവ തിരോഭാവങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഈ ഭൗതിക ലോകത്തെ പരമാവധി ആസ്വദിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ ഇവിടെ നമുക്കത് പറഞ്ഞു തരികയാണ്, ഇത് നിഴലാണ്. ഇതിനെ നീ എത്ര ആസ്വദിക്കാനായിട്ട് ശ്രമിച്ചാലും നിനക്ക് പൂർണ്ണമായിട്ട് ആസ്വാദനം കിട്ടത്തില്ല. നമ്മളൊരു ഒരു സൺഡേ ഫീസ്റ്റിന് ഒരുപാട് വിഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ചിട്ട് ആ കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം എല്ലാം കാണാം, ഫുഡിന്റെ എല്ലാം പ്രതിബിംബം കാണാം. എന്നിട്ട് ആ പ്രതിബിംബത്തെ ആസ്വദിക്കാനായിട്ട് പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമുക്കത് നേരിട്ടുള്ളതെടുത്ത് കഴിച്ചാലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ആത്മീയ ലോകത്തിന്റെ തലതിരിഞ്ഞ പ്രതിഫലനം മാത്രമാണ് ഈ ഭൗതിക ലോകം. കാരണം ഇവിടെ നമ്മൾ എന്ത് ആസ്വദിച്ചാലും അത് ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും എന്നുള്ള ഭയം ഉണ്ടാവും. ഇപ്പൊ എനിക്ക് നല്ലൊരു ആരോഗ്യമുണ്ട്, ഞാൻ നല്ല ആരോഗ്യവാനാണ്. പക്ഷെ എനിക്കറിയാം ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഈ ആരോഗ്യം നഷ്ടപ്പെടും എന്നാണ്. എത്ര സന്തോഷം, എനിക്ക് ഒരുപാട് ധനമുണ്ട്, പക്ഷെ ആ ധനം ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും എന്നുള്ള ഭയം എപ്പോഴും അതിനകത്തുണ്ടാവും. അപ്പം അത് ശരിയായ ആസ്വാദനമല്ല. നമുക്ക് എന്നെന്നും നമ്മളിവിടെ നിൽക്കുകയാണ്, എന്നെന്നും നമുക്ക് ധനമുണ്ട്, എന്നെന്നും ആരോഗ്യമുണ്ടെങ്കിൽ ശരി, നമ്മൾ ആസ്വദിക്കുകയാണെന്ന് നമുക്ക് പറയാം. നമ്മൾ ഒരിക്കലും മരിക്കുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ ഇവിടെ ജനനവും മരണവും വാർദ്ധക്യവും രോഗവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ഈ ലോകത്തിൽ ആസ്വദിച്ചാൽ പോലും അതിനകത്ത് അത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള ഭയം അതിനകത്ത് ഇൻഗ്രീഡിയന്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഇന്റഗ്രൽ ആയിട്ടുണ്ട്. അതിനകത്ത് ഓൾറെഡി ആറായിട്ടുണ്ട്, നോക്കിയിട്ട്. ഇത് നമ്മൾ വ്യക്തമായി ഈ ഭഗവത്ഗീത ശ്ലോകങ്ങളും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പലപ്പോഴും നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ കുറച്ച് അറിവ് കിട്ടിക്കഴിഞ്ഞാലോ കുറച്ച് സൗന്ദര്യം ഉണ്ടെങ്കിലോ കുറച്ച് ധനമുണ്ടെങ്കിലോ ചില കഴിവുകളൊക്കെ ഉണ്ടെങ്കിലോ നമ്മൾ അഹങ്കരിക്കും. കുറച്ച് അഹങ്കാരം ഉണ്ടാവും, എനിക്കിതുണ്ട്, എനിക്കതുണ്ട്. പക്ഷെ ഭഗവാൻ ഇവിടെ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്, നമുക്ക് എന്തുണ്ടെങ്കിലും അതിനകത്ത് വലിയ വാല്യൂ ഇല്ല, അത് ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിന്റെ മുന്നേറാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ എളിമത്വമാണ്. നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഗുണങ്ങളുണ്ടെങ്കിലും അത് ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും. അതിനകത്ത് ഞാൻ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നൈമിഷികമാണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ അതിനകത്ത് പോകാൻ. നമുക്ക് അതിനകത്ത് കുറെ ഈ ശ്ലോകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ ഈ കാണുന്ന ലോകം, ഇത് ഇവിടെ കാണുന്ന എല്ലാ വെറൈറ്റിയും ആത്മീയ ലോകത്തിലുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. പലപ്പോഴും ആൾക്കാർക്ക് മരണത്തെ സംബന്ധിച്ചിടത്തോളവും മുക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയമാണ്. മരണത്തിനോടുള്ള ഭയം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും വെറൈറ്റി ലൈഫുമായിട്ട് എൻജോയ് ചെയ്തു,
മരണത്തിന് ശേഷം ഞാൻ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഉറങ്ങിക്കിടക്കുമോ, എനിക്ക് എന്തെങ്കിലും ഇനി വേറൊരു ജീവിതം ഉണ്ടാകുമോ, അതോ ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോവാനോ, എന്തൊക്കെയാണ് ഈ മരണം എന്താണ് എനിക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ഭയം എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഭഗവാൻ ഇവിടെ ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഈ കാണുന്ന അന്ന് ഒന്നുകിൽ നമ്മൾ ഈ ഭൗതികലോകത്തിൽ തന്നെ വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള ഈ ഭൗതികലോകത്തിൽ വരും. നമ്മൾ പരിശുദ്ധ ഭക്തി നേടിക്കഴിഞ്ഞാൽ നമ്മൾ ആത്മീയ ലോകത്തിലേക്ക് ട്രാൻസ്ഫർ അവിടെ എപ്പോഴും ശാശ്വതമായ കാര്യമാണ്. അപ്പം ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മരണഭയം ഒഴിവായി പോകും. കാരണം നമ്മൾ ഒരു ഒരു കൊച്ചുകുട്ടി ഒരു കൊച്ചുകുട്ടി നിൽക്കുകയെന്ന് വെച്ചോ, ആ കൊച്ചുകുട്ടി ഇവിടെ നല്ല വെളിച്ചമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ഇരുട്ടുള്ള മുറിയിലേക്ക് ആ കുട്ടിയെ വിട്ടുകഴിഞ്ഞാൽ കുട്ടിക്ക് ഭയമാവും. എന്താണ് ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല, എന്താണ് എനിക്ക് ചുറ്റും എന്താണ് എന്നുള്ള ഭയം. നമുക്കും ഇപ്പം നമ്മുടെ അവസ്ഥയും അത് തന്നെയാണ്, മരണശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ ഈ കുട്ടി ആ ആ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാ പ്രകാശമുണ്ട്, കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ട്, ആ കുട്ടിക്ക് ഒരു പ്രശ്നമല്ല, ആ റൂമിലേക്ക് കയറാനായിട്ട് പ്രശ്നമില്ല. ഈ നോളജ് ആ കുട്ടിക്ക് അതിനായിട്ട് കയറാനുള്ള ഭയം ഇല്ലാതാക്കും. അവിടെ ഇരുട്ടാണെങ്കിൽ ആ കുട്ടിക്ക് അതിലേക്ക് കയറാനായിട്ട് ഭയം എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇരുട്ടല്ല, അവിടെ വെളിച്ചമുണ്ട്, അവിടെ എല്ലാം വെറൈറ്റീസ്, ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ കുട്ടിക്ക് അതിനകത്ത് ആ റൂമിലേക്ക് കയറാനായിട്ട് യാതൊരു ഭയവും ഉണ്ടാകുന്നു. അപ്പം ഫസ്റ്റ് ഭഗവാൻ ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്, ഇത് ഈ ഭൗതിക ലോകം നൈമിഷികമായ ഒരു ലോകമാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചൊന്നും നമ്മൾ ഭയക്കേണ്ട ഒരു ആവശ്യമില്ല. മരണം കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലും ഭയം ഉണ്ടാകുന്നത്. ആത്മാവ് ശാശ്വതമാണ്, ശാശ്വതമായ ആത്മീയ ലോകം അവിടെയുണ്ട്. നമ്മൾ പരിശുദ്ധി നേടിക്കഴിഞ്ഞാൽ നമുക്ക് ആത്മീയ ലോകത്തിലേക്ക് പോകാൻ പറ്റും. പരിശുദ്ധി നേടിയില്ലെങ്കിൽ സാരമില്ല, ഇവിടെ വന്ന് വീണ്ടും നമുക്ക് പരിശുദ്ധി നേടാനായിട്ട് ശ്രമിക്കാം, ഭൗതിക ലോകത്തിൽ ശ്രമിക്കാം. അപ്പം മരണം ഒരു എൻഡല്ല, എവിടെയെങ്കിലും ക്ലോസ് ചെയ്യുന്നില്ല. അത് ഒരു ഡോറിൽ നിന്ന് അടുത്ത ഡോറിലേക്ക്, ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് കയറുന്ന ഒരു കാര്യം. ഇത് ഈ ഒരു അറിവ് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഉത്കണ്ഠ മാറിപ്പോകും. അല്ലെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോഴും നര വരുമ്പോഴും ശരീരവേദന വരുമ്പോഴും മരണശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ഇല്ലാതായി തീരുമോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ എനിക്ക് ആരും കൂട്ടിന് ആരും ഇല്ലാതാവുമോ, ഇങ്ങനെയുള്ള ഭയം നമ്മൾ എപ്പോഴും ഗ്രസിച്ചിരിക്കും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ഭയം നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ നമുക്ക് ഉറപ്പുണ്ട്, ഇത് ഭൗതിക ലോകത്തിന് ഉപരിയായിട്ട് ആത്മീയ ലോകമുണ്ട്, ആത്മീയ ലോകത്തിലെല്ലാം ഉണ്ട്, ഭഗവാനുണ്ട്, ഇതിലും ശാശ്വതമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ നിലനിൽപ്പുണ്ട്, നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇത് നമ്മുടെ വാക്കുകളല്ല, ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാനാണ് ഈ ഉപമ നമുക്ക് തരുന്നത്. നമ്മളെ പോലെയുള്ള സാധാരണ നശ്വരരായ നിസ്സാരരായ ജീവജാലങ്ങൾ പറയുന്ന വാക്കല്ല ഇത്. ഇത് പുരുഷോത്തമ യോഗം, പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞാൽ പുരുഷോത്തമനായ ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കുന്ന അറിവാണിത്. അതാണ് ഈ അധ്യായം. അതിലെ ആദ്യത്തെ ശ്ലോകം തന്നെ ഭഗവാൻ ഈ ഉപമ വഴി നമുക്കത് പറഞ്ഞു തരികയാണ്. ഈ ഒരു ഭയം ഒഴിവായാൽ തന്നെ നമ്മുടെ ജീവിതത്തില് ഒരുപാട് സന്തോഷം നമുക്ക് വരാം. ഈ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, ആത്മീയ ലോകത്തിലും നമുക്ക് സന്തോഷം, ആത്മീയ ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ വരുന്നതിന് കാരണം നമ്മൾ അനാവശ്യമായി പാനിക് ആവുന്നതാണ്. ഞാൻ റീസെന്റ് ഒരു റിപ്പോർട്ട് വായിച്ചു. ഈ ഫ്രോഡ്സ്റ്റേഴ്സ് ഉണ്ട് ഈ ഫോണിൽ. നിങ്ങളിപ്പോ പലർക്കും ആ ഫോൺ കോളുകൾ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ എന്തോ ഒരു പാഴ്സൽ നിങ്ങൾ എങ്ങോട്ടോ അയച്ചു, അത് കസ്റ്റംസ് പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് വിട്ടുകിട്ടണമെങ്കിൽ ഇത്ര തുക അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തോ മയക്കുമരുന്ന് നിങ്ങൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് നിങ്ങൾക്ക് ജയിലിൽ പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫ്രോഡ്സ്റ്റേഴ്സ് നമ്മളെ വിളിക്കാറുണ്ട്. നമുക്ക് എന്റെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ ഒരു ഫോൺ ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ കസ്റ്റംസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെ അവരിങ്ങനെ വിളിക്കും. നമ്മളത് അപ്പോഴേ കട്ട് ചെയ്ത് കളയും, അത് മൈൻഡ് ചെയ്യത്തില്ല. ഇത് പക്ഷെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആരൊക്കെ ഇതിന്റെ വലയിൽ ആരൊക്കെ വീഴുമെന്നുള്ളത്. കഴിഞ്ഞ വർഷം 2250 കോടി രൂപയാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഈ ഫ്രോഡ്സ്റ്റേഴ്സ് അവർ എടുത്തിരിക്കുന്നത്, ആൾക്കാരുടെ കയ്യിൽ നിന്ന് പീഡിപ്പിച്ച്. അവര് ഇങ്ങനെ അപ്പൊ ഉടനെ ഇവരിങ്ങനെ വിളിക്കും, എന്നിട്ട് പറയും സ്കൈപ്പിൽ പോവാം, അവിടെ വീഡിയോ കോളിൽ വരണം എന്ന് പറയും.
അവിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ആ വേഷങ്ങളൊക്കെ ഇട്ട് ആൾക്കാരുണ്ടാകും. അപ്പൊ അവരോട് ഫോൺ ഓഫ് ചെയ്യരുതെന്ന് പറയും. 24 hours നിങ്ങൾ ഫോൺ ഓഫ് ചെയ്യാൻ പാടില്ല. ഈ ഫോണിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇൻട്രോഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവര് ഡിജിറ്റൽ അറസ്റ്റിൽ പോകും. അവര് വൺ വൺ ഡേ അവരങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേന് അവരുടെ ഉറക്കമൊന്നും നഷ്ടപ്പെടും, അവർക്കെല്ലാം ഭയമാവും, എല്ലാം ഉത്കണ്ഠ വരുമ്പോഴത്തേനും അവസാനം അവർ പറയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, നിങ്ങൾക്ക് ഇത്രയും തുക ഇതിനകത്താണ്. ആദ്യം അവർ പറയും ചെറിയൊരു തുക അടയ്ക്കും, അത് നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ പാർട്ടാണ്, അത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് പറയും. അപ്പൊ ആദ്യം നമ്മൾ ചെറിയൊരു തുക അടയ്ക്കും, അടച്ചു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കഴിയുമ്പോഴത്തേന് ഇമീഡിയറ്റ്ലി അവർ ആ പൈസ നമുക്ക് തിരിച്ചു തരും. അപ്പൊ നമുക്ക് അവരിലും ഒരു വിശ്വാസം ഉണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞ് 24 മണിക്കൂർ നമ്മളെ ഇങ്ങനെ ഒരു ഇൻട്രോഗേറ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മാനസിക നില തന്നെ ഒരു തകരാറിലേക്ക് പോകും. അപ്പൊ ആ സമയത്ത് അവർ പറയും ഇത്ര തുക ഇന്ന് ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണം. നമ്മൾ ആ ഒരു ഒരു അടിമയെ പോലെ നമ്മൾ ഇത് നിക്ഷേപിക്കും. 2250 കോടി രൂപയാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഈ ഫോൺ കോളുകൾ വഴി അവര്, ഈ പൈസ ഉടനെ ഓവർസീസ് ബാങ്കിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വഴി അതിലേക്കാണ് അത് ഈ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞു വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഭയം ജനിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമായിട്ട് ഒരു കാര്യം തീരുമാനം എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ മരണം ഭയം നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരു കാര്യവും പീസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ശ്ലോകം നമുക്ക് ശരിക്കൊരു ധാരണയാണ് തരുന്നത്. ഇവിടെ ഇത് നശ്വരം, ഇത് നിഴലിലാണ്, നമുക്ക് ഒറിജിനൽ അവിടെ ഉണ്ട്. നിഴലിലും വ്യക്തിത്വങ്ങളുണ്ട്, മുകളിൽ ഒറിജിനലിലും വ്യക്തിത്വങ്ങളുണ്ട്. ഒന്നും ഇല്ലാതായി തീരുന്നു, ഒന്നും ശൂന്യതയിലായിട്ട് തീരുന്നില്ല. ശൂന്യത എന്നൊരു കാര്യം ഈ അസ്തിത്വത്തിൽ എവിടെയും ഇല്ല എന്ന് പറഞ്ഞു. പണ്ട് ഞാൻ ഒരു സിനിമ കണ്ട എനിക്ക് ഓർമ്മ, ആ സിനിമ എനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, പൈതൃകം എന്ന് പറഞ്ഞൊരു സിനിമ.